നടക്കൂ സാർ നടക്കൂ. സൈറ്റ് എന്തായാലും കൊള്ളാലോ. കണ്ടോ, മൈതാനം പോലെ കിടക്കല്ലേ ഏക്കർ കണക്കിന്. കണ്ടോ, അമ്മാവന് വേണ്ടി തന്നെ ദൈവം തന്നതാ. സാർ സാർ മുൻപ് ഇങ്ങോട്ട് വിളിച്ചത് സാക്ഷാൽ ഞാൻ തന്നെയാ. അറിയാം സാർ അറിയാം. പറയൂ സാർ പറയൂ സാർ. ഇവന് നമ്മളോടുള്ള സംസാരത്തിൽ കുറച്ച് ഭയഭക്തി ബഹുമാനൊക്കെ ഉണ്ട്. അവന്റെ സംസാരത്തിൽ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നേ. പറയൂ സാർ പറയൂ സാർ. നമ്മൾ ഒരാളോടും ഒന്നും മറക്കാതെ സംസാരിക്കണമെന്ന് എന്റെ ഗുരുനാഥൻ പണ്ടേ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആയുസ് കുറവായാലുണ്ട് പെട്ടെന്ന് എന്റെ മേളിലേക്ക് പോയി. അങ്ങേരായിട്ടങ്ങ് പോയതാണോ അമ്മാവൻ? വേണ്ട വേണ്ട, ഇനിയും കൂടുതൽ സംസാരിച്ചാൽ നീ ഇരുന്ന പോസ്റ്റിൽ ഇവനെ പിടിച്ച് ഞാൻ ഇരുത്തും. ഓ ഇല്ല. സാറേ ഇത് അമ്മാവോ, ഇത്രയും സ്നേഹം കാണിക്കുന്നവനെ വേറെ സെക്രട്ടറി ആയിട്ടാണോ വെച്ചേക്കുന്നത്? എന്താ അമ്മാവാ ഇത്? അയ്യോ അയ്യോ ചേട്ടാ, എഴുന്നേക്ക്. എന്താ പറ്റേ? എഴുന്നേക്ക് ചേട്ടാ, എഴുന്നേക്ക്. ഞാൻ വിചാരിച്ചു കാലി വീണതാണെന്നാ. തല ചുറ്റി വീണതായിരിക്കോ? എന്തു പറ്റി? എന്റെ കെട്ടിയവൻ എപ്പോഴും എങ്ങനെയാ, സന്തോഷം വന്ന അപ്പ തല ഇറങ്ങി വീഴും. അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ? തോട്ടത്തിൽ കാട്ടുപന്നി വന്നേ. അയ്യോ, ഇവിടെ 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 കാട്ടോ. ഇവിടെ പന്നിയുടെ അടിച്ചിട്ട്. ഇവനെയൊക്കെ ഇവിടെ ജോലിക്ക് വെച്ചാലേ അമ്മാവൻ നിലവിളിക്കണം, തോട്ടത്തിൽ പന്നി വന്നേ. സാർ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് പന്നി തോട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം സാർ. വരൂ സാർ പറയൂ സാർ. അല്ല, ഒരാള് ആന്ധ്ര ഒരാൾ കേരളം, ഇതെന്താ കഥ? പ്രേമോ? കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞ പോലെയാണ് സാർ. എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല സാർ. ചില സമയം ഒന്നായിട്ടിരിക്കും, ചില സമയം ഒന്നുകൂടെ ഒന്നായിട്ടിരിക്കും. അതായത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഒന്നായിട്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ടുപേരും ഒന്നായിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ജോഡി ഏതായാലും കൊള്ളാം. രണ്ടാളുടെയും പേരെന്താ? അതായത് സാർ, എന്റെ പേര് ഭദ്രൻ, ഇവളുടെ പേര് ഭദ്രമ്മ. രണ്ടാൾക്കും ഒരേ പേരാ? ഒരുമയുണ്ടല്ലോ, ഒലക്കമേലും കിടക്കാലോ. പിന്നെന്താ അല്ലേ? അല്ല, ഈ തോട്ടത്തില് പഴം വല്ലതും കിട്ടോ? പഴമൊന്നുമില്ല സാർ, സീസൺ തീർന്നു പോയില്ലേ. പക്ഷെ പനയില് ഒന്നാന്തര കള്ളുണ്ട് സാർ. പനങ്ങളോ എനിക്ക് വേണം അമ്മാവ, എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറയാം. എനിക്ക് പനങ്ങൾ വേണം അമ്മാവ, തോട്ടത്തിലെ കള്ള് എനിക്ക് വേണം. അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ അമ്മാവ? കുറച്ച് ദൂരം പോണം, നിക്ക്. വേറൊന്നല്ല, ഇവൻ കല്ലെന്ന് പറഞ്ഞ കാശ് അടിച്ചു മാറ്റിയോണ്ട് അങ്ങോട്ട് പനങ്ങൾ വേണം, എനിക്ക് വേണം. ഈ തോട്ടം മുഴുവനും പനയാണോ? ഒരുപാടുണ്ട് സാർ. അമ്മാവ നോക്ക്, ദേ ആ മീശക്കാരൻ കള്ളുമായിട്ട് വരുന്നു. നല്ല കള്ളാണല്ലേ? എന്തിനാ തിരക്കൂടണേ? സുഖമായിട്ടിരിക്കുന്ന വിശേഷമൊക്കെ പിന്നെ ചോദിക്കാൻ. കള്ളി കെടുക്ക്, കുറച്ചും കൂടെ ഒഴിക്കേ. ശരി സാറേ, ഒഴിക്ക് ചേട്ടാ. ആദ്യം നിങ്ങൾക്ക് പനങ്കള്ള് വേണോ, തെങ്ങങ്കള്ള് വേണോ, അന്തി വേണോ, പുലരി വേണോ, ഇതിലേത് വേണോന്ന് വെച്ചാ എന്നോട് പറ. എടാ, നല്ല തെങ്ങങ്കള്ള് കിട്ടുമോ നോക്ക്, ഉണ്ടെങ്കിൽ അത് കഴിക്കേ. എന്ത് പണ്ടാരായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ഒഴിക്കേ. അങ്ങനൊന്നും തരത്തില്ല. നിങ്ങൾക്ക് ഏത് കള്ള് വേണോന്ന് പറഞ്ഞാലേ തരൂ. ഏതായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ഒഴിച്ചേ. എന്റെ കൈ പനങ്കള്ള് മാത്രമേ ഉള്ളൂ. അത് മുമ്പേ പറയണ്ടേ, ഇങ്ങോട്ട് ഒഴിച്ചേ. നിങ്ങൾക്ക് ഏത് പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇപ്പൊ മനസ്സിലായല്ലേ? ഇങ്ങോട്ട് ഒഴിച്ചേ. ഒഴിക്കേ. ഇപ്പൊ നിങ്ങൾക്കേ, അതായത് വെള്ളയാണോ, ബ്രൗൺ ആണോ, ബ്ലാക്ക് ആണോ, അതോ ബ്ലൂ ആണോ, അതോ ചുവപ്പാണോ, ഇതിലേത് വേണോന്ന് വെള്ളയാ? എന്റെ കയ്യിലും വെള്ള മാത്രമേ ഉള്ളൂ സാറേ. തന്റെ ഒടുക്കത്തെ ഒരു ഒഴിക്കടോ ഇങ്ങോട്ട്. എന്താണത്? നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എടാ മരപ്പട്ടി, ഒഴിക്കടാ ഇങ്ങോട്ട്. ഒരു തുള്ളിയാണോ, 2 തുള്ളിയാണോ, അര ഗ്ലാസ് ആണോ, ഫുൾ ഗ്ലാസ് ആണോ, ഇല്ല ഈ കുടത്തിലുള്ള മുഴുവനും വേണോ? നിന്റെ മകശീർ പതുക്കെ കുടിച്ചാൽ മതി, വയറ് പൊട്ടി ചത്തുപോകും. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ശരി, നിങ്ങളുടെ ഓണറുടെ നമ്പർ ശരി സാർ. ശരി സാർ, വിസിറ്റിംഗ് കാർഡാണ് സാർ. ഓക്കെ സാർ നിക്ക് സാർ, ഞാൻ തുറന്നു തരാം സാർ. കയറി സാർ. കാണാം സാർ. അടിപൊളി. പെട്ടെന്ന് പാക്ക് ചെയ്യ്, ഡെലിവറി കൊടുക്കാനുള്ളതാ. ഇതെന്താ പറ്റി? ഹായ്, എല്ലാം വിറ്റ് കഴിഞ്ഞു. അതാ സോൾഡ് ഔട്ട് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്താ അപ്പോഴത്തേക്ക് എത്ര ആളുകൾ വന്ന് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോയോ? സിനിമ നടൻ വെങ്കട് ആൻഡ് ഹിസ് വൈഫ് രണ്ടുപേരും വന്ന് എല്ലാം വാങ്ങിട്ട് പോയി. മനസ്സിലായി, ഹോൾസെയിൽ ആണെന്ന് പറഞ്ഞ് 90% ഡിസ്കൗണ്ടിൽ വിറ്റാണോ അല്ലേ?
ഒറിജിനൽ പ്രൈസിന് തന്നെ വിറ്റത്, ഇൻക്ലൂഡിംഗ് GST. വാട്ട്? അവര് ശരിക്കും ഈ പാവകൾ മൊത്തം വാങ്ങിക്കാൻ വന്നതാണോ? ഇല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാ. കാണാൻ വന്നിട്ട് എക്സ്ക്യൂസ് മീ. സാർ, നിങ്ങൾ ഹീറോ വെങ്കട്ട് സാർ അല്ലേ? യാ. സാർ, എല്ലാം നോക്കിക്കോളൂ സാർ. നല്ല പൈസക്കാരനാണ്, വിടാനേ പറ്റില്ല. ഓ സാർ, ഇത് കണ്ടോ സാർ? ഇത് കൊള്ളാലോ. കാണാൻ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ. അയ്യോ, അങ്ങനെയൊന്നും എനിക്ക് വേണ്ട. അതിന്റെ വില എത്രയാണെന്ന് മാത്രം പറഞ്ഞോളൂ. അത് 99,999 പ്ലസ് GST. പക്ഷെ സാറിന്റെ അടുത്ത് നിന്ന് എങ്ങനെയാ ഞാൻ പൈസ മേടിക്കുന്നത്? എനിക്ക് വേണ്ട സാർ, എനിക്ക് വേണ്ട. അല്ലല്ല, നിങ്ങൾ കാശ് വാങ്ങുകയും മാത്രം ഞാൻ വാങ്ങാം. അത് നോക്കാം സാർ. സാർ ഇത് നോക്കിയേ, ഈ വണ്ടി പോകുമ്പോൾ അതിന്റെ കൂടെ ഈ കുതിര സവാരി കൂടെ ഉണ്ടെങ്കിൽ രസമായിരിക്കില്ലേ സാർ? നന്നായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ പൈസ മേടിക്കുമെങ്കിൽ മാത്രം. എന്താന്ന് വെച്ചാൽ ഇപ്പോഴാ പുതിയ വീട് പണിഞ്ഞത്. അവിടെ എല്ലാ ഷെൽഫും ഒഴിഞ്ഞാ കിടക്കുന്നത്. അവിടെ എന്ത് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ ഈ ശില്പങ്ങൾ കാണുന്നത്. എല്ലാം ഭംഗിയായിട്ടുണ്ട്. എനിക്ക് കണ്ടുടനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാ വാങ്ങാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ നിങ്ങൾ പൈസ മേടിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം. അയ്യോ സാർ, അതൊക്കെ പിന്നെ നോക്കാം സാർ. സാർ, വേറൊരു കാര്യം, ഇപ്പൊ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഒരു ലേഡി അവിടെ ഉണ്ട്. പക്ഷെ ഈ ലേഡിക്ക് പകരം ഒരു ക്യൂട്ട് കപ്പിൾ, ഒരു പെണ്ണ് ഒരു പയ്യൻ. എങ്ങനെയുണ്ടാവും സാർ? എന്ന് വെച്ചാ നിന്നെയും എന്നെയും പോലെ. എക്സാക്ട്ലി, നിങ്ങൾ രണ്ടുപേരും പോലെ. ഇപ്പോ ആ പെണ്ണിനും ചെക്കനും കല്യാണ ഡ്രസ് ഇട്ട് എങ്ങനെ ഉണ്ടാവും സാർ? എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്നത്തെ പോലെ. യാ. അടിപൊളി കേട്ടോ. നിങ്ങളുടെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വീറ്റ് മെമ്മറീസിന് സുന്ദരമായ ഒരു രൂപം കൊടുത്ത് ആ മെമ്മറീസിന് നിങ്ങൾ ഒരു ലൈഫ് കൊടുത്തു. താങ്ക് യു സാർ. സാർ, ഒരു കല്യാണം ആകുമ്പം ഒരുപാട് ആളുകൾ വേണ്ടേ സാർ? തീർച്ചയായും വേണം. കുറച്ചുപേരെ വണ്ടിന് മേലെ ഇരുത്തി വണ്ടിന് മുന്നിൽ പക്കമേളത്തിന് കുറച്ച് ആൾക്കാരെ കൂടെ വെച്ചാലോ? വേണം, അങ്ങനെ തന്നെ വേണം. ഒരു മിനിറ്റ് സാർ. സാർ, ഇപ്പൊ ഈ എല്ലാ ആളുകളും കൂടി കല്യാണത്തിന് പോവുകയാണല്ലോ. അപ്പൊ അവിടെ എന്തായാലും ഒരു അമ്പലം ഉണ്ടാവണ്ടേ സാർ? എക്സലന്റ് ആകട്ടോ. നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാ. അടിപൊളി, അതിമനോഹരം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഫിലിം ഡയറക്ടർ ആയിരിക്കാനാണ് സാധ്യത. സാർ, താങ്ക് യു സാർ. സാർ, കല്യാണം നടക്കുമ്പോൾ അവിടെ മണ്ഡപം, പന്തല്, ആളുകള്, നാദസ്വരം, മേളം, സുഹൃത്തുക്കള്, ബന്ധുക്കള്, പാചകക്കാര്. വേണം വേണം, എല്ലാം വേണം. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കുന്ന ശില്പങ്ങൾ മുഴുവൻ എടുത്തോളൂ. ഞങ്ങൾ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തോളാം. അപ്പൊ ഇതെല്ലാം എല്ലാം എടുത്തോളാൻ പറഞ്ഞില്ലേ? ഓക്കെ സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഏയ് പാക്ക് വേഗം. അങ്ങനെ എല്ലാം ഞാൻ വിറ്റഴിച്ചു. ഓയ്, എന്താ മിണ്ടാതെ ഇങ്ങനെ നോക്കുന്നേ? അതെല്ലാം ഞാൻ തന്നെ വാങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആലോചിക്കായിരുന്നു. അയ്യോ, നമസ്കാരം ഉണ്ട് കേട്ടോ. ഈ ഫിലിം ഡയറക്ടർ വിജയ് എവിടെ ഉള്ളത്? ഒരു മിനിറ്റ്, ഞാൻ തന്നെ അത്. നിങ്ങള്? എന്റെ പേര് മുനിക്കൊണ്ട, വീട്ടുപേര് അനക്കൊണ്ട. ഫിലിം പ്രൊഡ്യൂസറാ. നിങ്ങളോട് ഒരു ഫിലിം പ്ലാൻ ചെയ്യാൻ വന്നതാ. അങ്ങനെയാണ് സാർ. അയ്യോ, എങ്ങനെയുള്ള സിനിമയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നേ? 2 സിനിമകൾ, പരസ്പരം ഒരു ബന്ധവും ഇല്ല. നല്ല കഥ, മാസ്റ്റർ പീസ്. രണ്ടിലും വ്യത്യസ്ത കഥകൾ, കോൺസെപ്റ്റും വെവ്വേറെ. സിനിമ കണ്ട രണ്ടിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കാണുകയാണെങ്കിൽ ഇതുപോലത്തെ സിനിമ കാണണമെന്ന് ഞാനും തീരുമാനിച്ചു. എടുത്തിട്ടുണ്ട് സാർ. പക്ഷെ എന്താ കാര്യം? ജനങ്ങൾ സിനിമ കാണണ്ടേ സാർ? അയ്യോ, അങ്ങനെ പറയല്ലേ. നമ്മുടെ തൃപ്തിയാ പ്രധാനം. അതെടുക്കുന്ന നിങ്ങൾക്കും തൃപ്തി ഉണ്ടാകണം, അത് കാണുന്ന ഞങ്ങൾക്കും തൃപ്തി ഉണ്ടാകണം. അപ്പൊ എന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. സിനിമ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു, വിടാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം സിനിമ എടുക്കുള്ളൂ തീരുമാനിച്ചു. ഓഫീസൊക്കെ ഇട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ഒരു കഥ പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കാം. കഥ പറയുന്നൊക്കെ സാറിന്റെ ഓഫീസിൽ നിന്ന് മതി സാർ. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം തന്നെ നമുക്ക് പോവാം. സാർ, ഇപ്പൊ തന്നെയോ? ഒന്ന് വാ സാറേ. ബൈ. ബൈ. മമ്മി, ഡാഡി പോണമേ. വരൂ. ഭാവി അമ്മായപ്പനും അമ്മായിയമ്മയും. ശരി, അകത്ത് സംസാരിക്കാം. നമസ്കാരം. വീട് കാണാൻ നല്ല രസമുണ്ടല്ലേ? പെണ്ണെങ്ങനെ ഉണ്ടാവോ? എന്റെ മുന്നിൽ ഐഫോണോ? കോഫി നന്ദി അമ്മായിയമ്മേ. താങ്ക് യു. നമുക്കങ്ങ് പറഞ്ഞാലോ? വേണ്ട, കല്യാണം കഴിയുമ്പോ അവര് മനസ്സിലായിക്കോളും നമ്മുടെ മകന്റെ കഴിവ് എന്താണെന്നുള്ളത്. ഡാഡി, ഇതും വിടൂല അല്ലേ? ഇത് കൊള്ളാലോ. എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? മോളെ വിളിച്ചോണ്ട് പോ. ആയിക്കട്ടെ.
വിളിച്ചോണ്ട് വരുവേ. ഈ സ്വഭാവം നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോടി? നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ. അങ്ങോട്ടേക്ക്. എനിക്ക് ഓക്കെയാണ്. അതാ കുട്ടി പറയട്ടെ. അവളത് പറയും. എടേ, എന്താ നോക്കുന്നേ? ഞാൻ ഫോൺ എടുത്ത് എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. നീ അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. കളിയാക്ക? അല്ല, റൊമാൻസ്. നിങ്ങൾ എന്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന തോന്നണേ. എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ എന്നോട് വേണമെങ്കിലും ചോദിക്കാം. അത് വേറൊന്നുമല്ല, പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞത് അതല്ലേ എടീ? ഓ ആ ചോദിച്ചോടാ. ഒരു പാട്ട് പാടാൻ പറയട്ടെ? എന്റെ അടുത്തല്ല, ആ പെൺകുട്ടിയോട് ചോദിക്കേ. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമോ? അച്ഛാ, സ്ഥിരം ചോദ്യം. മോനെ, പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കേ. നിങ്ങളുടെ ഹോബീസ്? അച്ഛാ, വീണ്ടും സ്ഥിരം ചോദ്യം. എടാ, പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യടാ. പക്ഷെ എന്റെ ചേക്കൻ പുതിയതായിട്ട് ഒന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷെ പഴയത് എന്തെങ്കിലും കിട്ടിയ പുതിയതായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇപ്പോഴാണ് പുതിയതായിട്ടൊന്ന് ശ്രമിച്ചത്, അതിലും വിജയിച്ചു. ഇവനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊക്കെ അറിയാന്നേ, കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കും അതൊക്കെ മനസ്സിലാകുന്നേ. നിങ്ങൾക്ക് അതെല്ലാം വരുമോ? എന്നുവെച്ചാ പാചകം അറിയാമോ? അച്ഛാ, എല്ലാ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയാ. അതെ, എന്റെ ഫോൺ എവിടെ വെച്ചെന്നറിയാം. ഓ, നീ ഇവിടെ എവിടെങ്കിലും മറന്നു വെച്ചു വേണം. ചെറുക്കന്റെ വീട്ടുകാരൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് തപ്പിയെടുക്കാം. എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളോട് ചോദിച്ചാ പറയില്ലേ? എന്നോട് വേണേലും ചോദിക്കാൻ കേട്ടോ. അത് വേറൊന്നുമല്ല, ഇവരോട് ഇപ്പൊ എന്താ പറയാ? എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് ചോദിക്കുമോ? ഓ, ഇപ്പോഴും പഴയ സ്ഥിതിയല്ലേ മോനെ? എന്തെങ്കിലും പുതിയതായിട്ട് ചോദിക്കാൻ. നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ? മോശം ചോദ്യം. I accept. ഒരു കണക്കിന് ശരിയാ. ഫോൺ നീ തീർന്നടാ. എന്റെ ഫോണിന്റെ റിംഗ്ടോൺ ആണല്ലോ. അതെ, എന്റെ ഫോൺ അവിടെ. അത് ആയിരുന്നോ? നീ പറഞ്ഞു കൊടുത്തില്ല. എന്താ ഇതൊക്കെ? അതുകൊണ്ടാണ് എന്റെ അടുത്ത് ചോദിച്ചുടനെ പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഹിന്റ് തന്നത്. ഹിന്റോ? ആ, എന്റെ മോൻ ഒരുപാട് സ്വത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാങ്കി ആ, അതിന്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു ഹാബിറ്റ് കൂടി ഉണ്ട്. എന്താ അത്? എന്റെ മോൻ എവിടെ പോയാലും ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് വരും. അത് ശരി, പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്നോ? പെണ്ണ് കാണാൻ പോയാലെന്താ, ഒരു ചായക്കടയിൽ പോയാൽ പോലും ഒരു ടീസ്പൂണെങ്കിലും എടുത്തോണ്ട് വരാതിരിക്കില്ല. ഓർമ്മ കാത്തു സൂക്ഷിക്കുന്ന മോൻ. ഇവന്റെ ഈ സന്തോഷം കാരണം ഞങ്ങളുടെ വീട്ടിലെ 2 റൂം ഫുള്ളായിരിക്കുക. എന്തോ 2 റൂം ഫുള്ളായോ? 2 റൂം മാത്രമല്ല, പുതിയൊരു ഷെഡും കൂടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെടുത്തിരിക്കുക. നല്ല കുടുംബം. നിങ്ങൾ എന്തായാലും ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, അത് മാത്രം മതി ഈ ഞങ്ങൾക്ക്. ശീലത്തിന്റെ പേരെന്താണെന്നറിയോ? എന്താ പേര്? ക്ലെപ്റ്റോമാനിയ. മലയാളത്തിൽ പറഞ്ഞ മോഷണം. എന്റെ മോന്റെ കയ്യിലെ ഭാഗ്യരേഖ. എഴുന്നേറ്റ് പോടാ കള്ള നാറി. നിക്ക്, എന്താണ് നിങ്ങളുടെ സംസാരത്തിലൊരു മാറ്റം? ഇതെന്റെ ഒരു ഹോബിയാണ്, ഇതിലെന്താണ് തെറ്റ്? ഇറ്റ്സ് മൈ മെമ്മറീസ്. മോനെ, ഇത് നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ലേ? എടാ ഉവ്വേ, ഒരാൾ തരുന്നതാണ് ഓർമ്മ, ചോദിക്കാതെ എടുക്കുന്നത് മോഷണമാണ്. കക്കാൻ ഇറങ്ങിയിരിക്കുക. മോനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കോ. ഡാഡി, എന്ത് പരിപാടി ഇത്? പെണ്ണ് കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കള്ളനാക്കുന്നോ? കള്ളനെ കള്ളാന്ന് പറയുന്നത് തെറ്റാണോ? ഞങ്ങളുടെ മോളെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഒന്നും കക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ അതോടെ പഠിച്ചേ. ഇവളുടെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല നിങ്ങൾക്ക്. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കരുത്. പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല. ഗെറ്റ് ഔട്ട്. എടി, നിനക്ക് ദേഷ്യം വരുമ്പോ എന്തോ ഒരു സാധനം പറയുമല്ലോ. I hate you. I hate your family. I poop your family. I double poop your family. I poop your family. ഇയാള് നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പൊ നമുക്ക് വേറെ പെണ്ണ് പോയി പോടാ. ഒന്ന് നിക്ക. ഒരു സ്പൂണ് പോലും തരാത്ത ഫാമിലി. ഇതൊന്നും നമുക്ക് ശരിയാവൂലടോ മോനെ. അത് കറക്റ്റാ. ഇത് ദേഷ്യമല്ല, വേദനയാ. ഇത് പങ്കിട്ടാൽ മാത്രമേ വേദന തീരൂ. കുറച്ചു നേരം സമാധാനമായി അവിടെ ഇരിക്കട്ടെ.
അങ്ങനെയൊക്കെയാ ഉണ്ടായത്. താങ്ക് യു. താങ്ക് യു സർ. വേറെ എന്തെങ്കിലും വേണം? നത്തിങ്. താങ്ക് യു സർ. ആ വന്നവൻ ഒരു കള്ളനായതുകൊണ്ട് ഇത്തവണ എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് പറയാം. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ കാണാൻ ചെക്കനും വീട്ടുകാരും വരുന്നെന്ന്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നടന്നുകൊണ്ട് ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാ അങ്ങനെ എപ്പോഴും നടക്കണമെന്നില്ല. ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിക്കാം വിജയ്. പറ വിജയ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയേ. എന്ത് ചെയ്യാൻ പാടില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയാ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? പേടിക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും പേടിച്ചോടാൻ പാടില്ല. എന്ത് വന്നാലും വീട്ടുകാർക്കെതിരെ തിരിയാൻ പാടില്ല. യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ജയം നമുക്ക് തന്നെ വേണമെന്ന് പറയുന്ന പോലെ ഉണ്ട്. അതെ, യുദ്ധം ഉണ്ടാവാൻ പാടില്ല, പക്ഷെ എന്തായാലും ജയിച്ചേ പറ്റൂ. അതൊക്കെ എങ്ങനെ നടക്കും വിജയ്? ചാൻസസ് ആർ ദ മെന്റസ് ടു മേക്ക് എ പാത്ത് എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ കിട്ടുന്ന ചാൻസ് എല്ലാം നമ്മൾ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണം എന്ന് ഒരു തവണ തീരുമാനിച്ച പിന്നെ ആ തീരുമാനമായിരിക്കണം നമ്മൾ മുന്നോട്ട് നടത്തേണ്ടത്. അതാണ് നമ്മളെ ഗൈഡ്, അതാണ് നമ്മളെ മെന്റർ. നോക്കിയിരിക്കുക എന്താ നടക്കാൻ പോകുന്നതെന്ന്. ശകുന്തളേ, ഹാസിനി, വാ വാ വാ. എന്താ കാര്യം? മോളെ വിളിച്ചോണ്ടുപോയി വേഗം ഒരുക്കി നിർത്ത്. ഇപ്പൊ വരുന്നത് ഒരു സാധാരണ ആലോചനയല്ല. അമലാപുരത്തുനിന്നുള്ള കൂട്ടരാ. നല്ല അന്തസ്സുള്ള കുടുംബമാ. അവര് നമ്മളെപ്പോലെ തന്നെ പാരമ്പര്യമുള്ളവരാ, നല്ല സൗകര്യമുള്ളവരുവാ. എനിക്കുള്ളതുപോലെ 100 ഏക്കറുണ്ട് അവർക്ക്. തന്നെയല്ല, ചെറുക്കന് റൈസ് മില്ല്, 2 തുണിക്കട, ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും. ഒറ്റ മോൻ. എന്താ നോക്കുന്നേ? നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവര് നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ തന്നെ അമലാപുരത്ത് ചെന്ന് അന്വേഷിച്ച് കണ്ട് അവരോട് സംസാരിച്ച് പരസ്പരം സമ്മതിച്ചുറപ്പിച്ച ബന്ധവാ. നല്ല തങ്കപ്പെട്ട ചെറുക്കന. ജനിച്ചത് അമലാപുരത്ത്, വളർന്നതും അമലാപുരത്ത്. ഇത് ഫെയിലിയർ ആവുന്ന പ്രശ്നമേ ഇല്ല. അത്രയ്ക്ക് നോക്കിയും കണ്ടുവാ ചെയ്യുന്നത്. ചെല്ല്, റെഡിയാവ്. അമ്മച്ചി ഒരു വിധത്തിലെത്തി. ഓ നമസ്കാരം. അയ്യോ, അമ്മായി നിൽക്കുന്നു. നമസ്കാരം അച്ഛാ, നമസ്കാരം. അനുഗ്രഹം തരൂ, അനുഗ്രഹം തരൂ. എന്തൊരു മര്യാദ. അനുഗ്രഹിക്കച്ചാ, അനുഗ്രഹിക്കുക. അമലാപുരം. അതെ, അനുഗ്രഹിക്കൂ, 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 അയ്യോ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. മോനെ നന്നായി വരും. അനുഗ്രഹിക്കൂ, 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 അനുഗ്രഹിക്കൂ. വരൂ, വരൂ. അകത്തേക്ക് വരൂ. വരൂ, വരൂ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വരൂ. വീട് അടിപൊളിയാണല്ലോ. നീ ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ. മോളിപ്പോ വരും. ആയിക്കോട്ടെ. എന്റെ അമ്മോ, മുടിഞ്ഞ ഗ്ലാമർ ആണല്ലോ. എടുത്തോളൂ. വേണ്ട 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 വേണ്ട, കുഴപ്പമില്ല. എടുത്തോ മോനെ. വേണ്ട മോനെ കാപ്പിയോ ചായയോ എടുക്ക. അയ്യോ വേണ്ട ചാ, എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി. അമലാപുരം. പെൺകുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാം. എന്താ 4 ഗുണം 5 എത്ര? കുറച്ച് സിമ്പിൾ ആയിട്ട് ചോദിക്കേ. 3 ഗുണം 5 എത്ര? കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട്. 2 ഗുണം 5 എത്ര എന്ന് പറ. കുറച്ചുകൂടെ ആയിക്കോട്ടെ. ഇതിനെ കാട്ടി കുറച്ചാ. 1 ഗുണം 5 എത്ര എന്ന് പറ. ഇത്ര കഷ്ടപ്പെട്ട ചോദ്യം എന്തിനാച്ചാ ചോദിക്കുന്നത്? ഇതുകൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ മോളെ, അച്ഛൻ ഓർഗാനിക് പച്ചക്കറി എല്ലാം വിൽക്കാറുണ്ടല്ലോ. അത് അച്ഛൻ അറിയില്ല? അറിയാമെങ്കിലും അതിനകത്തൊരു 3-4 പച്ചക്കറിയുടെ പേര്. കോക്ക, വെണ്ടയ്ക്ക, മാങ്ങ, ടൊമാറ്റോ. ഞാൻ ആ പെങ്കൊച്ചിനോടല്ലേ ഞാനും ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ഓ, അത് പോട്ടെ. നമ്മുടെ പെങ്കൊച്ചിന് പാടാൻ അറിയാവോ? വേണ്ടച്ചാ, 10 പേരുടെ മുന്നിൽ അവളെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇവന്റെ ഡോമിനേഷൻ അധികമായി. കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നതല്ലേ നല്ലത്? അതെ, ഞങ്ങളുടെ അമലാപുരത്തിൽ. ഒന്നും മിണ്ടാതിരിക്കോ അങ്കിൾ?
നിങ്ങളെ മകൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത് കൊടുക്കും. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ മോളെ മോൻ ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിൽ ഇപ്പൊ എന്തിനാണ് എന്നെ നുള്ളിയത്? ഓ നിങ്ങളായിരുന്നോ? എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാമല്ലേ? എപ്പോഴെങ്കിലും രണ്ടു വാക്ക് എന്നെ കൊണ്ട് ഇനി നിങ്ങൾ ആ, സംസാരിക്കും. സത്യം പറഞ്ഞ എന്റെ മോൻ അമ്പലത്തിൽ പോവാത്ത ഒരു ദിവസം പോലും ഇല്ല. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്വാമി നിശ്ചയത്തിനുള്ള നല്ലൊരു മുഹൂർത്തം കുറിച്ച് തരാന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറയാം. അന്നേരം നമുക്ക് നിശ്ചയത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. ഇനി എന്താ, ഇരു കൂട്ടർക്കും ബോധിച്ചു. ശുഭം. എന്നാ ഞങ്ങൾ ഇറങ്ങും. ആയിക്കോട്ടെ. അയ്യോ, പോണോ? വേഗം ഇറങ്ങും. മോളെ സമയം പോകുന്നു. എന്താ എന്നെ ഒരുപാട് നോക്കുന്നില്ലല്ലോ? കാര്യങ്ങൾ. സാരമില്ല മോനെ, കല്യാണം കഴിച്ചിട്ട് കാണാമല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങും. പോയിട്ട് വരാം. എന്നാ വരട്ടെ. എന്റെ കല്യാണം ഉറപ്പിച്ചു. ഇങ്ങോട്ട് കയറിയാ എന്റെ അമ്മ അപ്പ എന്നെ അനുഗ്രഹിക്കണേ. പെട്ടെന്ന് കല്യാണം നടത്തി തരണേ എന്റെ ചക്കരക്കുട്ട. എന്റെ പ്രിയപ്പെട്ട അമ്മായിച്ച ഐ ലവ് യു. ശരി മോനെ, ശരി മോനെ. ഇങ്ങോട്ടല്ലാതെ ഇങ്ങോട്ട് വരാൻ. എന്തായാലും എന്റെ സ്വത്തല്ലേ ഇതെല്ലാം. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ബൈ. ഹാ